PEB ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. PEB എന്ന് വെച്ചാൽ പ്രീ എഞ്ചിനീയർ ബിൽഡിംഗ്. നമ്മൾ നോർമലി ഒരു സ്ട്രക്ചർ ചെയ്യുന്ന എങ്ങനെയാണ്, ഹോട്ട് റോൾ സ്റ്റീൽസ്, അതായത് റെഡിമെയ്ഡ് കിട്ടുന്ന ഐ സെക്ഷൻ, ചാനൽ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സ്റ്റീൽ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ PEB സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ഈ ഐ സെക്ഷൻ ചാനലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. മെയിൻലി ബീമായിരിക്കും, അത് ടേപ്പേർഡ് ആയിരിക്കും. കാരണം ഇവർക്ക് ഒരു വലിയൊരു ഓഡിറ്റോറിയം ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഉള്ളിൽ കോളംസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ PEB കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളം ഇല്ലാതെ തന്നെ വെയിറ്റ് അതിൻ്റെ ലോഡ് ബെയർ ചെയ്തോളും. അപ്പോൾ അതാണ് PEB ബിൽഡിങ്സ്. ഈ PEB ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈൻ ഡ്രോയിങ് ആണ് ഈ കാണുന്നത്. ഇതൊരു എലിവേഷൻ വ്യൂ ആണ്. ഇതിനകത്ത് ഇവർ ഈ കോളത്തിൻ്റെയൊക്കെ സൈസ് ഇങ്ങനെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ടേപ്പേർഡ് ആയിട്ടാണ് പോകുന്നത്, ഉണ്ടോ, ടേപ്പേർഡ് കോളം. ഈ കോളത്തിൻ്റെ W എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബിൻ്റെ ഇൻഫർമേഷൻ, വെബിൻ്റെ വിഡ്ത്തും തിക്നെസ്സും. അതേപോലെ 2F എന്ന് വെച്ചാൽ 2 ഫ്ലാഞ്ചും വരുന്ന ഐ സെക്ഷൻ്റെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും തിക്നെസ്സും. ഇതേപോലെ റാഫ്റ്ററിൻ്റെ വിഡ്ത്തും തിക്നെസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പർലിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന് മെസനിൻ ബീം എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്ലോർ ബീമിന് പറയും മെസനിൻ ബീം വരുന്നത്. ഇതിൻ്റെ കണക്ഷൻസും നമുക്ക് നോർമൽ നമ്മൾ സ്റ്റീലിൽ യൂസ് ചെയ്യുന്ന പോലത്തെ കണക്ഷൻസ്. ഇനി ഇത് ടെക്ലയിൽ ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റ് ഇതാണ് നമ്മൾ ചെയ്തത്, PEB ബിൽഡിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടേപ്പേർഡ് ആയിട്ട് വരുന്ന കോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ടേപ്പേർഡ് ആയിട്ട് വരുന്നത്. ടേപ്പേർഡ് ആയിട്ട് വരുന്ന ബീം, റാഫ്റ്റർ നമ്മൾ കൊടുക്കുന്നു. ഇതേപോലെ കോളവും ടേപ്പേർഡ് ആയിട്ടാണ് വരുന്നത്. ഇൻ്റർമീഡിയറ്റ് കോളംസ് എല്ലാം ടേപ്പേർഡ്. അതായത് ടേപ്പേർഡ് എന്ന് വെച്ചാൽ ബോട്ടത്തിൽ നിന്ന് കോളം ചെറുതായിരിക്കും, അതിൽ നിന്ന് മേളോട്ട് ഇങ്ങനെ വലുതായി വരും. അതിൻ്റെ എത്ര ഡീറ്റെയിൽസ് ഒക്കെ ആണെന്ന് അവർ മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഇതിന് കണക്ഷൻ കൊടുക്കുമ്പോൾ നോർമൽ നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ പോലെയല്ല, PEBക്ക് സെപ്പറേറ്റ് കണക്ഷൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പ്ലൈസ് കണക്ഷൻ, നമ്മൾ ഇൻ്റർമീഡിയറ്റ് വരുന്ന സ്പ്ലൈസ് കണക്ഷൻ, ഇനി കോളം റാഫ്റ്ററും തമ്മിലുള്ള കണക്ഷൻസ്, ഇതൊക്കെ സെപ്പറേറ്റ് ഒരു PEB എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നിന്ന് വേണം നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നോർമൽ സ്ട്രക്ചേഴ്സ് ചെയ്യുന്നതിലും ഇച്ചിരി ടഫായിരിക്കും PEB സ്ട്രക്ചേഴ്സ് ചെയ്യാനായിട്ട്. കാരണം മാനുവലി ചിലപ്പോൾ കണക്ഷൻസ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക് വരുന്ന കണക്ഷൻസിൽ അത് വർക്കൗട്ട് ആയില്ല എന്ന് വരും. അപ്പോൾ മാനുവലി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചില ഇൻഫോർമേഷൻസ് നമുക്കിപ്പോൾ ഒരേപോലെ ഇപ്പോൾ ഈ റാഫ്റ്റേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ നമ്പറിങ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇച്ചിരി ഒരു ടഫാണ്. നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറിൽ പരിചയമുണ്ടെങ്കിൽ PEB സ്ട്രക്ചേഴ്സ് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ PEBനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഫോളോസ് ഫോർ മോർ ടെക്ലർ റിലേറ്റഡ് ഇൻഫോർമേഷൻസ്.